നിരീശ്വരവാദത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ചുള്ള ആശയപരമായ ചർച്ചകൾക്കിടയിൽ അങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതായപ്പോൾ മറുഭാഗത്ത് സംസാരിക്കുന്ന ആളുകളുടെ വീട്ടിലുള്ള സ്ത്രീകളെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ട് ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിച്ചുകൊണ്ട് അശ്ലീല പരാമർശങ്ങൾ നടത്തിയ സാമൂഹ്യദ്രോഹിയായ ആരിഫ് ഹുസൈനെതിരെ നിയമ നടപടികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സന്തോഷകരമായി തോന്നിയൊരു കാര്യം, യുക്തിവാദി നേതാക്കന്മാരായ നാസ്തിക നേതാക്കന്മാരായ ഒരുപാട് ആളുകളുണ്ട്. അവരാരും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് ചോറ്റുവട്ടാളങ്ങളുണ്ടെങ്കിലും നേതാക്കന്മാരാരും അതിനെ ന്യായീകരിക്കാൻ വന്നില്ല. കാരണം ഒരല്പം മാന്യതയുള്ള, കുറച്ചൊക്കെ സംസ്കാരമുള്ള ഏതൊരു മനുഷ്യനും അത് വായിച്ചിരിക്കാൻ പോലും പറ്റില്ല. അത്രയും വൃത്തികെട്ട ഭാഷയോടുകൂടിയാണ് ഈ വ്യക്തി ലൈംഗിക അധിക്ഷേപങ്ങളും അതേപോലെ തന്നെ സ്ത്രീവിരുദ്ധ പ്രസ്താവനകളും നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കാർക്കും അറപ്പോടുകൂടിയല്ലാതെ ഒരാൾക്കും അത് വായിക്കാൻ പറ്റില്ല, ഒരാൾക്കും അതിനെ ന്യായീകരിക്കാനും, കുറച്ചൊക്കെ ഒരു മാന്യതയുള്ള ഒരാൾക്കും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ആരും അതിനെ ന്യായീകരിച്ച് രംഗത്ത് വരാതിരുന്നത്. ഏതായാലും ഇപ്പോൾ ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടി അവസാനം ഒരു അവതാര പുരുഷനായി രംഗത്ത് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മല്ലു അനലിസ്റ്റ്. ഏത് മല്ലു അനലിസ്റ്റ്? ഏതൊരു വാചകത്തിലും ഏതെങ്കിലും ഒരു നോട്ടത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ സ്ത്രീവിരുദ്ധതയുണ്ടോ എന്നിങ്ങനെ അനലൈസ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന, അതിന് ഓരോന്നിൻ്റെയും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ അളന്നു തൂക്കിയെടുക്കുന്ന അതേ മല്ലു അനലിസ്റ്റ് ഇപ്പോഴിതാ ഒരു സ്ത്രീവിരുദ്ധൻ്റെ ഒരു അഡ്വക്കേറ്റായി രംഗത്ത് വന്നിരിക്കുകയാണ്. നല്ല കാര്യം, അങ്ങനെയുള്ള സ്ത്രീവിരുദ്ധരായ ആളുകൾക്ക് ഒരു ആശ്വാസമായിരിക്കും അത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഒറ്റ സജഷൻ ഉള്ളത് എന്താ വെച്ചാൽ, എന്തായാലും നിങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നു, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നു, അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒറ്റ കാര്യം കൂടി ചെയ്യായിരുന്നു, എന്തിനെയാണ് ഞാൻ ന്യായീകരിക്കുന്നത് എന്ന ആ പോസ്റ്റ് കൂടി ഒന്ന് വായിക്കാമായിരുന്നു. ഇത്രയും അധിക്ഷേപകരമായി ലൈംഗികമായി അധിക്ഷേപിക്കുന്ന ആ പോസ്റ്റ് വായിച്ചിട്ട് ഇതാണ് ഈ വ്യക്തി പറഞ്ഞത്, ഇതിനെയാണ് ഞാൻ ന്യായീകരിക്കാൻ പോകുന്നത് എന്നുകൂടി പറഞ്ഞാൽ ആളുകൾക്ക് കുറച്ചുകൂടി വ്യക്തത വരുമായിരുന്നു. താങ്കൾ എന്തിനെയാണ് ന്യായീകരിക്കുന്നത് എന്ന് അറിയാതെ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വ്യക്തതക്ക് അത് നല്ലതായിരുന്നു എന്നുള്ളൊരു സജഷൻ മാത്രമാണ് ഉള്ളത്. അതേപോലെ തന്നെ വേറൊരു കാര്യം, താങ്കൾ എന്തായാലും താങ്കളുടെ സുഹൃത്ത് എന്നുള്ള നിലക്ക് ഏത് സ്ത്രീവിരുദ്ധത പറഞ്ഞാലും ന്യായീകരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഇതേപോലെ ന്യായീകരിച്ച് കിട്ടിയാൽ നല്ലതായിരുന്നു. ഇപ്പോൾ ശ്രീജ നെയ്യാറ്റിൻകര, അതേപോലെ തന്നെ സുനിത ദേവദാസ്, ഇങ്ങനെയുള്ള പല സ്ത്രീകളെയും ഇതേ വ്യക്തി തന്നെ വളരെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെയൊക്കെ അവരോടൊക്കെ പെരുമാറിയിട്ടുണ്ട്. അതിനെ അന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ യുക്തിവാദി നേതാക്കന്മാർ പല ആൾക്കാർ തള്ളിപ്പറയുക വരെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് താങ്കൾ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു പ്രയാസം അദ്ദേഹത്തിനുണ്ടാവും. അതുകൂടി തീർത്തു കൊടുക്കാൻ അത്തരം സ്ത്രീവിരുദ്ധതകളെ കൂടി ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഞാൻ ന്യായീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന രൂപത്തിൽ കൂടി താങ്കൾ ഒരു വീഡിയോ കൂടി ചെയ്താൽ അദ്ദേഹത്തിനും അതൊരു ഒരു സമാധാനമായിരിക്കും എന്നുള്ളതാണ്. കാരണം എല്ലാവരും തള്ളിക്കളഞ്ഞ കുറേ കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ മുസ്ലിം സ്ത്രീകളെ പൊതുവായിട്ടും എൻ്റെ വീട്ടിലുള്ള സ്ത്രീകളെ പ്രത്യേകിച്ചുമാണ് ഇദ്ദേഹം അധിക്ഷേപിച്ചിട്ടുള്ളത്. അതിനെ താങ്കൾ ന്യായീകരിച്ചു. ബാക്കിയുള്ള ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പ്രസ്താവനകളെ കൂടി ന്യായീകരിക്കാൻ താങ്കൾ വരികയാണെങ്കിൽ ഈ സ്ത്രീവിരുദ്ധർക്ക് അതൊരു ആശ്വാസമായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇദ്ദേഹം ഇതിന് ന്യായീകരണം ഒപ്പിക്കുന്നത് അതെന്ന് വെച്ചാൽ ഈ പദങ്ങൾ തെറ്റാണ് എന്നാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് മൊത്തം ന്യായീകരണം പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ സംഖ്യയല്ല പക്ഷേ എന്നൊക്കെ പറഞ്ഞുള്ള അതേ ലെവലാണ് പിടിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പ്രസ്താവനകളിൽ ആ പ്രയോഗങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പുണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് അതിന് കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ത്രീവിരുദ്ധതക്കുള്ള കാരണങ്ങൾ നിരത്തുന്ന ഒരു വീഡിയോ ആണ് ഈ മല്ലു അനലിസ്റ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണമായി ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒന്നാമത്തെ ഒരു കാര്യം, അങ്ങനെ സ്ത്രീവിരുദ്ധതക്ക് അങ്ങനെ കാരണങ്ങളൊക്കെ ഉണ്ടാവാൻ പാടുണ്ടോ? ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവന കേട്ടാൽ അത് ഏത് സാംസ്കാരിക സാഹചര്യത്തിലാണ്, ഇന്നതാണ് എന്നതാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ പഠിച്ച പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ക്ലാസ്സിൽ അങ്ങനെയൊന്നും പറ്റൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഏതായാലും തിരുത്താണെങ്കിൽ നല്ല കാര്യം. അപ്പോൾ എനിവേ, ഇദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ, ഈ പറഞ്ഞ കാര്യത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി, ഈ ലൈംഗിക അധിക്ഷേപത്തെയും സ്ത്രീവിരുദ്ധതയും ന്യായീകരിക്കാൻ വേണ്ടി മല്ലു അനലിസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അങ്ങോട്ട് ഇതേപോലെ പെരുമാറിയത് കൊണ്ടാണ് തിരിച്ചിങ്ങോട്ടും അതേപോലെ തന്നെ സ്ത്രീവിരുദ്ധത പറഞ്ഞത് എന്നുള്ളതാണ് അതിനുള്ള ന്യായീകരണം. ഞാൻ ആദ്യമായി വെല്ലുവിളിക്കുകയാണ്, മല്ലു അനലിസ്റ്റിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ രൂപത്തിൽ ഞാൻ ആരിഫ് ഹുസൈൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുക്തിവാദിയുടെയോ, ആരിഫിൻ്റെയോ ഏതെങ്കിലും ഒരു യുക്തിവാദിയുടെയോ വീട്ടിലുള്ള സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ട് ഈ രൂപത്തിലൊരു വാചകം അരവാചകം പറഞ്ഞതായി തെളിയിച്ചാൽ താങ്കൾ പറയുന്ന പണി ചെയ്യാം. ഒരു സ്ത്രീവിരുദ്ധതയെ ന്യായീകരിക്കാൻ വരുമ്പോൾ ഒരല്പം അറ്റ്ലീസ്റ്റ് ഒരു സത്യം പറഞ്ഞുകൊണ്ടെങ്കിലും ന്യായീകരിക്കാൻ നോക്കണ്ടേ? കളവ് പറഞ്ഞിട്ടാണോ ന്യായീകരിക്കുന്നത്? ഏതെങ്കിലും സ്ഥലത്തിൽ ഒരു വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിലുള്ള സ്ത്രീകളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അങ്ങനെ പരാമർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു വാചകമെങ്കിലും കൊണ്ടുവരാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നാണവും മാനവുമില്ലേ എന്ന് മാത്രമാണ്. ഈ രൂപത്തിലൊരു തേർഡ് റേറ്റ് ചെറ്റയെ അല്ലെങ്കിൽ തേർഡ് റേറ്റ് നാറിയെ ന്യായീകരിക്കാൻ വേണ്ടി, അതിനെ വെള്ളപൂശാൻ വേണ്ടി ഈ രൂപത്തിൽ വീഡിയോ ഇറക്കാൻ നാണവും മാനവും ഇല്ലേ? നാണം വരണം കേട്ടോ. സ്ത്രീവിരുദ്ധതയും അതേപോലെ തന്നെ സ്ലട്ട് ഷെയ്മിങ്ങിൻ്റെയും അതേപോലെ തന്നെ വിക്ടിം ബ്ലെയിമിങ്ങിൻ്റെയൊക്കെ പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വലിയ
ക്ലാസ്സുകളുമായിട്ട് ഇനിയും വരണം. ഏതായാലും ആ രൂപത്തിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്ന ആളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ ആ രൂപത്തിൽ അങ്ങോട്ട് സംസാരിച്ചതിൻ്റെ തെളിവ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ്, അങ്ങനെയാണ് ഇത് ചർച്ച തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ചർച്ച എങ്ങനെ തുടങ്ങുന്നത്? അത് രണ്ടാമത്തെ കളവ്. മല്ലു അനലിസ്റ്റിൻ്റെ ഒന്നാമത്തെ കളവ് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് അതേപോലെ പെരുമാറിയത് കൊണ്ടാണെന്നുള്ളതാണ്. അത് കളവാണ്, അതിൻ്റെ തെളിവ് ഹാജരാക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളാണ് അങ്ങോട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഈ ചർച്ച, ഇപ്പം നടക്കുന്ന ഈ ചർച്ച തുടങ്ങാൻ കാരണം 2019 എസൻസ് സംഘടിപ്പിച്ചിട്ടുള്ള ലിറ്റ്മസ് എന്ന പേരിലുള്ള അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവിടെ ഇൻസെസ്റ്റ്, ഈ പറഞ്ഞ അമ്മയുമായും പെങ്ങളുമായും പരസ്പര സമ്മതമുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായവർ പരസ്പര സമ്മതമുണ്ടെങ്കിൽ ലൈംഗിക ബന്ധമാവാം, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രസംഗമുണ്ടായി. കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതമുണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. ഇൻസെസ്റ്റ് ശരിയാണ് എന്ന് എസൻസിന്റെ നിരീശ്വരവാദികളുടെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നത്. അവിടെയും പ്രത്യേകം പറയണം, ഇതിൽ രണ്ടാമത്തെ നോണം മനസ്സിലായല്ലോ, ഈ ലിറ്റ്മസിന്റെ പ്രസംഗമാണ്, ഇൻസെസ്റ്റ് പറ്റും എന്ന് പറയുന്ന നിരീശ്വരവാദികളുടെ പ്രസംഗമാണ് ഇതിൻ്റെ അടിസ്ഥാനം, ഈ ചർച്ചയുടെ അടിസ്ഥാനം. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അവിടെ രണ്ടാമത്തെ കളവും അവിടെ കഴിഞ്ഞു. നമ്മൾ അങ്ങോട്ട് അധിക്ഷേപിച്ചു എന്നുള്ളതല്ല, അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തത് ലിറ്റ്മസിലെ പ്രസംഗമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആ രണ്ടാമത്തെ നുണയും അവിടെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം, ആ ലിറ്റ്മസിൻ്റെ പ്രസംഗം വെച്ചിട്ട് പോലും, അതായത് ഇൻസെസ്റ്റ് പറ്റും അമ്മയുമായും പെങ്ങളുമായും എന്ന നമുക്കിത് പറയുന്നതിൽ തന്നെ പ്രയാസമുള്ള രൂപത്തിൽ ആ ഒരു കാര്യം പരസ്പര സമ്മതമുണ്ടെങ്കിലാവാം എന്ന് പ്രസംഗിച്ചിട്ട് പോലും നമ്മളെന്താ ചെയ്തത്? യുക്തിവാദികളെല്ലാം ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും യുക്തിവാദികളെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നവരാണോ എന്നുള്ള ചോദ്യം പോലും അല്ല നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ചോദിച്ചത്, ഇത് കേൾക്കുന്ന നിരീശ്വരവാദികൾക്ക് പോലും ഇത് കേൾക്കുമ്പോൾ ഒരു അറപ്പും വെറുപ്പും തോന്നുന്നുണ്ടല്ലേ? കാരണം പൊതുവേ തന്നെ നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. നമ്മളൊരു മതാത്മക സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. മതത്തിൻ്റെതായ ഒരു ധാർമ്മികതയുടെ ഒരു പരിസരം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ നിരീശ്വരവാദികൾ ഇത് അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി അപ്പോൾ പല ആൾക്കാരും പറയുന്നത് വെച്ചാൽ അത് എൻ്റെ അഭിപ്രായമല്ല, അയാളുടെ അഭിപ്രായമാണ്. എങ്കിൽ അവിടെയാണ് നമ്മൾ ചോദിച്ചത്, ശരി നിങ്ങൾക്കത് തെറ്റാണെന്ന് അഭിപ്രായമുണ്ട്, ഇയാളത് ശരിയാണെന്ന് പറയുന്നു. ഒരു നിരീശ്വരവാദി ശരിയാണെന്നും മറ്റൊരു നിരീശ്വരവാദി തെറ്റാണെന്ന് പറയുന്നു. തെറ്റാണ് എന്ന് പറയാനുള്ള ന്യായം എന്താണ്? ഇതാണ് നമ്മൾ ചോദിച്ചത്. തീർത്തും ആശയപരമായ ചോദ്യം. എങ്ങനെയാണ് ഒരു കാര്യം തെറ്റാണ് എന്ന് പറയാനുള്ള ആശയം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്, മാനദണ്ഡം എന്താണെന്നാണ് ചോദ്യം. കാരണം എന്താ, നിരീശ്വരവാദികൾ പൊതുവെ തെറ്റാണെന്ന് പറയാനുള്ള മാനദണ്ഡങ്ങൾ പലതുണ്ട്. അതെന്താ? പരസ്പര സമ്മതം, പ്രായപൂർത്തിയാവണം, ഇങ്ങനെയുള്ള കുറേ മാനദണ്ഡങ്ങൾ പറയാറുണ്ട്. ഈ ലിറ്റ്മസിലുള്ള ഈ പ്രഭാഷകൻ ഇതെല്ലാം വെച്ചിട്ടാണ് ഇതിനെ ന്യായീകരിച്ചത്. അപ്പോൾ സാധാരണ മറ്റെല്ലാ വിഷയത്തിലും പറയുന്നത് പോലെയുള്ളൊരു ന്യായീകരണം, അതാണ് ഈ ഇൻസെസ്റ്റ് പറ്റും എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ ന്യായം. എങ്കിൽ പറ്റില്ല എന്ന് പറയാൻ നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ എന്തെങ്കിലും ന്യായങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പറയൂ. ഇതാണ് നമ്മൾ പറയുന്നത്. തീർത്തും ആശയപരം. ഒരു തരത്തിലും നമ്മൾ യുക്തിവാദികളെയോ നിരീശ്വരവാദികളോ അടച്ചാക്ഷേപിക്കുന്നില്ല, ഏതെങ്കിലും വ്യക്തികളെ ചോദിക്കുന്നില്ല, സ്ത്രീകളെ പരാമർശിക്കുന്നില്ല, ഒന്നുമില്ല. വളരെ മാന്യമായ ഒരു ആശയപരമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം ചോദിച്ചതിന് ഉത്തരമില്ലാത്തതുകൊണ്ടാണോ, അതാണോ ഈ സ്ത്രീ വിരുദ്ധതയുടെ ന്യായീകരണമായിട്ട് ഈ വ്യക്തി, വിവേക് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യത്തിലൊരു വ്യക്തത അദ്ദേഹം വരുത്തേണ്ടതുണ്ട്. ആശയപരം ഈ ചോദ്യം മല്ലു അനലിസ്റ്റിനോട് നമ്മൾ ചോദിച്ചിരുന്നു. മല്ലു അനലിസ്റ്റിനോട് നമ്മൾ മുമ്പ് ചോദിച്ചിരുന്നു. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ 2 വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കിയതൊക്കെ ഓർമ്മയില്ലേ? അന്ന് അവസാനം കിട്ടിയ മറുപടിക്ക് ശേഷം പിന്നെ തങ്ങളെ കണ്ടിട്ടില്ല. ആ ഒരു വിഷയത്തിൽ പിന്നെ അതിനുള്ള മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. ആശയപരമായ മറുപടികൾ ഇല്ലാത്തത് കൊണ്ടാണ്. അതാണ് ചെയ്യേണ്ടത്. മല്ലു അനലിസ്റ്റ് എന്താ ചെയ്തത്? ആശയപരമായ മറുപടി ഇല്ലാത്തപ്പോൾ മിണ്ടാതിരുന്നു. പിന്നെ ആ വിഷയത്തിൽ ആ വഴിക്കേ വന്നിട്ടില്ല. അതാണ് കുറച്ച് മാന്യതയുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. ആശയപരമായ മറുപടി ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പക്ഷേ ഇദ്ദേഹം ചെയ്തെന്താ? ആശയപരമായ ഉത്തരം മുട്ടിയപ്പോൾ അതിന് അധിക്ഷേപവുമായി വന്നു. ഇതിൽ മല്ലു അനലിസ്റ്റ് മുമ്പ് ചെയ്ത ഒരു 2-3 വർഷം മുമ്പ് മല്ലു അനലിസ്റ്റ് ചെയ്തതാണ് ശരി എന്നുള്ളതാണ് എൻ്റെ വാദം. ആശയപരമായ ഉത്തരമില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. കാരണം നമ്മൾ ഷാഹുൽ ഹമീദ് ചെയ്ത ആ വീഡിയോയിൽ കൃത്യമായിട്ട് ചോദിച്ചു, നിങ്ങൾ പവർ ഡൈനാമിക്സും മറ്റു പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഇതിനെ തെറ്റാണെന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും നമ്മളതിൻ്റെ ആശയപരമായ പാളിച്ചകൾ ഓരോന്നായിട്ട് ഡൈസെക്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ താങ്കൾക്ക് മറുപടി ഇല്ലാതായി, താങ്കൾ മിണ്ടാതിരുന്നു. ഉത്തരമില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് മാന്യത. അല്ലാതെ ഉത്തരമില്ലാത്തപ്പോൾ എതിർഭാഗത്ത് സംസാരിക്കുന്ന ആളുകളുടെ വീട്ടിലുള്ള സ്ത്രീകളെ പരാമർശിക്കുക, ലൈംഗികമായി അധിക്ഷേപിക്കുക എന്നുള്ളതല്ല അതിൻ്റെ മാന്യത എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇത് പരസ്പര സമ്മതവും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേറെ ചില നിരീശ്വരവാദികൾ പറയുന്നൊരു കാര്യമാണെന്ത്, അത് ലൈംഗിക രോഗങ്ങളുണ്ടാകും അല്ലെങ്കിൽ ജനിതകമായ പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ള ഒരു ന്യായം പറയാറുണ്ട്. അതിനും യഥാർത്ഥത്തിൽ ഈ എസൻസ് പ്രഭാഷകൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ലൈംഗിക രോഗങ്ങൾ ഉണ്ടാവുക കുട്ടികളല്ലേ, അപ്പോൾ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ മാത്രമാണ് അത് പ്രശ്നം, കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല.
മറിച്ച് ഇതൊരു റിക്രിയേഷനിലായി ഒരു ആസ്വാദനത്തിന് വേണ്ടിയുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ എസൻസ് പ്രഭാഷകന്റെ ന്യായം. അത് നിങ്ങൾ കേട്ടോളൂ. ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഇൻസെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അത് അവിടെ പറയുന്നത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്സിനെ പറ്റി അല്ല, ഒരു റിക്രിയേഷണൽ സെക്സിനെ പറ്റിയാണ്. നിങ്ങൾ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രം സെക്സ് ആസ്വദിക്കുന്ന ഒരു കാര്യത്തെ മാത്രം നിർത്തിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആ പ്രസന്റേഷൻ കാണുന്ന ആർക്കും മനസ്സിലാക്കണം. പക്ഷെ എങ്കിലും ഇപ്പോഴും മനസ്സിലാക്കാത്ത ചില പുരോഗമനവാദികൾ പോലും ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം റിക്രിയേഷണൽ സെക്സിനെ പറ്റിയാണ് പറയുന്നത്, അപ്പൊ റീപ്രൊഡക്റ്റീവ് സെക്സിനെ പറ്റി അല്ല അവിടെ പറഞ്ഞത്. വെറുതെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം കുട്ടികൾക്ക് ജനിതക രോഗം ഉണ്ടാവും എന്നുള്ളത് പോലും അതിന്റെ ഒരു അത് തെറ്റാണെന്ന് പറയാനുള്ള ന്യായമല്ല. അത് ആസ്വാദനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അവിടെ കുട്ടികൾ ഇല്ലാത്ത രൂപത്തിൽ പിന്നെ മറ്റ് കോൺട്രാസെപ്റ്റീവ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് എന്നതടക്കം വിശദീകരിച്ചു. ഇത് നിരീശ്വരവാദികളുടെ വാദമാണ്, അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച വാദമാണ്. അപ്പൊ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അത് അതിനെക്കുറിച്ച് തിരിച്ചു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണോ? ആശയപരമായി തിരിച്ചു ചോദിച്ചാൽ വീട്ടിലുള്ള സ്ത്രീകളെ അടക്കം അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് ആണ് എന്നാണോ ഈ വ്യക്തി പറയുന്നത്? സ്ത്രീവിരുദ്ധതയെ ന്യായീകരിക്കുന്ന മല്ലു അനലിസ്റ്റ് പറയുന്നത് ഒന്ന് വ്യക്താക്കേണ്ടതുണ്ട്. ഇത് ഏതുപോലെ ആശയ ചർച്ചകൾ ഇപ്പം നിരീശ്വരവാദികളുടെ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകളുടെ ഓഡിയോ ഒക്കെ നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പം ചില ആളുകൾക്ക് പുറത്തുവിട്ടത് കേട്ടിട്ടുണ്ടാവും. വൈഫ് സ്വാപ്പിംഗ് അല്ലെ, ഒരു ചർച്ച ഞാൻ ഉദാഹരണം പറയാം. വൈഫ് സ്വാപ്പിംഗ് ശരിയോ തെറ്റോ? നിരീശ്വരവാദികൾ തമ്മിലുള്ള വലിയൊരു തർക്കമാണ്. അതായത് ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുക. നമുക്കൊക്കെ ആലോചിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സാധനം. അപ്പൊ അങ്ങനെയുള്ള സാധനത്തെ കുറിച്ച് യുക്തിവാദികൾക്കിടയിൽ അതേപോലെ തന്നെ പുരോഗമിച്ച ലോകങ്ങൾ എന്നൊക്കെ പറയുന്ന മറ്റു പല സ്ഥലങ്ങളിലും അത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ആ ചർച്ച നടക്കുമ്പോൾ രണ്ട് യുക്തിവാദികൾ പരസ്പരം അങ്ങോട്ട് ഒരാൾ അത് ശരിയാണ് വേറൊരാൾ തെറ്റാണെന്നൊക്കെ വാദിക്കുന്നു. അത് സ്വാഭാവികമാണ്. ആ ചർച്ച ഓക്കെയാണ്. എന്നുവെച്ചാൽ ഈ വൈഫ് സ്വാപ്പിംഗ് ശരിയോ തെറ്റോ? കാരണം നിരീശ്വരവാദത്തിൽ അതിൽ കൃത്യമായ മാനദണ്ഡമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചർച്ചകളൊക്കെ നടക്കും. പക്ഷേ വേറൊരാൾ പറയാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യയെ എന്റെ കൂടെ കിടക്കാൻ സമ്മതിക്കോ എന്ന് ചോദിച്ചാൽ അത് ആശയ ചർച്ചയല്ല. ഇതാണ് ആശയ ചർച്ചയും ഈ പറഞ്ഞ ഈ വ്യക്തി അധിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അത് മോറലി ശരിയാണ് എന്ന് വാദിക്കാം, മോറലി തെറ്റാണ് എന്ന് വാദിക്കാം, അതൊക്കെ സ്വാഭാവികം. പക്ഷേ അതിനപ്പുറത്തേക്ക് നിന്റെ ഭാര്യയെ വേറൊരാളുടെ കൂടെ കിടത്തോ എന്റെ കൂടെ കിടത്തോ അങ്ങനെ ചോദിക്കുമ്പോൾ, അത് നേരിട്ട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ അധിക്ഷേപിക്കുമ്പോൾ അത് അധിക്ഷേപമാകും. അത് അവിടെയാണ് ഈ അധിക്ഷേപവും ഈ ആശയ ചർച്ചയും തമ്മിലുള്ള വ്യത്യാസം ഈ വ്യക്തിക്ക് മനസ്സിലാവാത്തതല്ല. തന്റെ സുഹൃത്ത് ഏത് സ്ത്രീ വിരുദ്ധത പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാം എന്ന ഒരു ചിന്തയാണ് ഇതിന്റെ ഒരു കാരണം എന്നുള്ളത്. അതേപോലെ തന്നെ ഈ അധിക്ഷേപവും ആശയ ചർച്ചയും തമ്മിലുള്ള വ്യത്യാസം ഇനിയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം അവിടേക്കൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. ഇത്തരം ചർച്ചകളിൽ സ്വന്തമായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക. എന്നിട്ട് ഇത്തരത്തിലുള്ള ചോദ്യം സ്വന്തം വീട്ടിലുള്ള ആളുകളെ കുറിച്ച്, സ്വന്തക്കാരെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് അമ്മയെക്കുറിച്ചൊക്കെ വരുന്ന കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ വൈഫ് സ്വാപ്പിങ്ങിനെ കുറിച്ച് താങ്കൾ ഒരു നിരീശ്വരവാദിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരീശ്വരവാദികൾക്കിടയിലുള്ള ചർച്ചയാണത്. എന്താണ് പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ വൈഫ് സ്വാപ്പിങ്ങിന് എന്താണ് പ്രശ്നം എന്നുള്ളത്. അത്തരം ഒരു ആശയ ചർച്ച, ആശയപരമായി തെറ്റോ ശരിയോ എന്നുള്ള ചർച്ച സ്വാഭാവികമായിട്ടും അത് യുക്തിവാദികൾക്കിടയിലൊക്കെ നടക്കുന്ന കാര്യമാണ്. പക്ഷേ അത് അങ്ങനെ ഒരു ചർച്ചക്കിടയിൽ ഒരാൾ വന്നിട്ട് നേരിട്ട് ചോദിക്കാം താങ്കളുടെ ഭാര്യയെ താങ്കളുടെ അമ്മയെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അത് ആശയ ചർച്ചയാണോ അതോ ഈ പറഞ്ഞ കാര്യമാണോ എന്നുള്ളത് സ്വയം അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ മാത്രമാണ് അത് മനസ്സിലാവുക എന്നുള്ളതാണ്. താങ്കൾക്ക് അങ്ങനത്തെ അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ വീട്ടിലുള്ള സ്ത്രീകളെ ഞാൻ അധിക്ഷേപിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ അധിക്ഷേപിച്ചതിന്റെ വരിയെങ്കിലും തെളിവ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാണ് വേണ്ടത്. അത് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ വ്യക്തിക്ക് അതിന് ഒരു പ്രശ്നവും തോന്നുന്നില്ല. കാരണം സ്വന്തം ഈ വ്യക്തിയുടെ ഉമ്മയെ ഞാൻ പരാമർശിച്ചു എന്ന നിലക്കാണല്ലോ കളവ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ പറഞ്ഞാലും ഇയാൾക്ക് അത് ബാധിക്കുക പോലില്ല. കാരണം എന്താ, ഈ വ്യക്തി സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ ആ ഉമ്മയെ കുറിച്ച് വളരെ അധിക്ഷേപകരമായി, ആ ഉമ്മ മരിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടൊന്നല്ല, ആ മരിച്ചിട്ട് ചൂടാറുന്നതിന് മുമ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും ചെറിയ സമയത്തിനുള്ളിൽ വളരെ അധിക്ഷേപകരമായി പോസ്റ്റ് ഇട്ടൊരു വ്യക്തിയാണിത്. അപ്പൊ ആ വ്യക്തിക്ക് സ്വന്തം അമ്മയുമായും അല്ലെങ്കിൽ പെങ്ങളുമായോ അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ടൊന്നും അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവില്ല, അത്തരം ഇമോഷൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അതൊരു മനുഷ്യനാണ്, എക്സ് ഹ്യൂമൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാ നിലക്കും മനുഷ്യത്വവും മാനവികതയും ഒക്കെ പോയൊരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും അത് ബാധകരാവും. അത് മാത്രമല്ല, സ്വന്തം ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉമ്മയുടെ കുറച്ച് ശരീരത്തിന്റെ നഗ്നത കാണുന്ന ഭാഗം ഞാൻ പുറത്തുവിടും എന്ന് ഉമ്മാനെ ഭീഷണിപ്പെടുത്തുക, അത് ഉമ്മാനോട് വെറുതെ പറയല്ല അല്ലെങ്കിൽ നേരിട്ട് പറയല്ല, സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം ഉമ്മയുടെ ശരീരത്തിന്റെ നഗ്നഭാഗങ്ങൾ നഗ്നത ഭാഗമുള്ള ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ പുറത്തു വിടും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു മകനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉമ്മ പറഞ്ഞിട്ട് തുടങ്ങിയത് എത്ര വയസ്സിലാണ്? ഉമ്മ മദ്രസയുടെ പടി കണ്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന സാധനം എന്നാ പഠിച്ചിട്ടുള്ളത്? മദ്രസയുടെ പടി കണ്ടിട്ടില്ല, അവരുടെ ആ നാട്ടിലില്ല എന്ന് തന്നെ പറയും. ഉമ്മ പള്ളയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതൊന്നും എടുത്ത് പുറത്തേക്ക് ഇടാനൊന്നും നമ്മളെ കിട്ടില്ല. നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പബ്ലിക്കിൽ നാറ്റിച്ചിട്ടായാലും ശരി നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മൾ അത് ചെയ്യും. കാരണം ഉമ്മാക്ക് ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. യുക്തിവാദി, നിരീശ്വരവാദി, മുസ്ലിം, ഹിന്ദു അതൊക്കെ മാട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ചരിത്രത്തിലുണ്ടോ? ഇതിനെയാണ് മല്ലു അനലിസ്റ്റ് ന്യായീകരിക്കുന്നത് കേട്ടോ, ഈ വ്യക്തിയാണ് ന്യായീകരിക്കുന്നത്. അപ്പം
അങ്ങനെ ആ വ്യക്തിക്ക് എന്തുണ്ടാവില്ല, സ്വന്തം ഉമ്മാനോട് പോലും ഇല്ലാത്ത ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും ബാക്കിയുള്ള സ്ത്രീകളോട് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അദ്ദേഹം അധിക്ഷേപിക്കുന്നതിലും അതേപോലെ തന്നെ സ്വന്തം വീട്ടുകാരെ കുറിച്ച് പോലും ഇത്തരം അധിക്ഷേപങ്ങൾ പറയുന്ന ആളുകൾ മറ്റുള്ളവരോട് ഏത് രൂപത്തിലായിരിക്കും പെരുമാറുന്നത് നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇനിയും അത് ന്യായീകരിച്ചു ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇത്തരം സ്ത്രീ വിരുദ്ധതകളെ ന്യായീകരിച്ച് കൊടുക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും ഒരു ബോർഡും തൂക്കി വെക്കുന്നത് നല്ലതാണ്. സ്ത്രീ വിരുദ്ധതയെ ഏത് രൂപത്തിൽ സ്വന്തം സുഹൃത്തുക്കളാണെങ്കിൽ യുക്തിവാദികളാണെങ്കിൽ എല്ലാ സ്ത്രീ വിരുദ്ധതകളെയും ന്യായീകരിച്ച് കൊടുക്കപ്പെടുന്നാവുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്രക്കാരായ ഈ പെർവേർട്ടുകൾക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമായിക്കൊണ്ട് അഭയമായിക്കൊണ്ട് വലിയ ലിസ്റ്റിന് മാറാൻ പറ്റും. അപ്പൊ ഏതായാലും അതൊക്കെ ആ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇനിയും ഈ വഴി വരരുത്. ഏത് പറഞ്ഞിട്ട് സ്ത്രീ വിരുദ്ധതക്കെതിരായി അതേപോലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് ഇനി വരാൻ പോകരുത്. കാരണം താങ്കൾ എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലായി. ഒരു ഇത്രയും വൃത്തികെട്ട രൂപത്തിൽ സംസാരിച്ച യുക്തിവാദികൾ പോലും ന്യായീകരിക്കാൻ മടിച്ച അത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാൻ വരുന്നയാൾ ഇനിയെങ്കിലും സ്ത്രീ പക്ഷവാദിയുടെ കുപ്പായം എടുത്തിടരുത്. അത് താങ്കൾക്ക് ഫിറ്റ് ആവുന്ന ഒന്നല്ല. അത് മാന്യതയുള്ളവർക്ക് പറഞ്ഞ പണിയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്.